ഹായ്, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ബിജു പാല. എന്നെ കൂട്ടുകാർ ബിജു മിൽക്ക് എന്ന് വിളിക്കും. പാലിൻ്റെ നിറമില്ലെങ്കിലും പാല് തരുന്ന പശുവിൻ്റെ നിറം ഉണ്ടെന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞാൽ, എനിക്കിത് കൂടാതെ വർക്ക്ഷോപ്പ് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിലെ ചില രസകരമായ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എന്നും രാവിലെ ഞാൻ 9 മണിക്ക് കൂടി വർക്ക്ഷോപ്പ് തുറക്കും, തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കും, ഈശ്വര ഇന്നെങ്കിലും ഒരു ഇര വരണേ. അങ്ങനെ ഞാൻ പറഞ്ഞങ്ങ് തീർന്നില്ല, തൊട്ടടുത്തൊരു വണ്ടി വന്ന് നിർത്തി. ഒരു ചേട്ടൻ കയറി വന്നിട്ട് പറഞ്ഞു, എൻ്റെ വണ്ടിക്ക് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ആ ചേട്ടൻ വണ്ടി കൊണ്ട് കയറ്റിയിട്ടു, എല്ലാം റെഡിയായി. ഞാൻ വണ്ടി ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുമ്പോൾ ചേട്ടൻ പറഞ്ഞു, മോനെ എനിക്കൊരു ടച്ച് ഫോൺ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ടച്ച് ഫോൺ വർക്ക് ചെയ്യാൻ എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് മമ്മൂക്കാടെ ഒരു കൗരവർ സിനിമ എന്ന ഒന്ന് പ്ലേ തരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ ചേട്ടന് കൗരവർ സിനിമ പ്ലേ ചെയ്ത് കൊടുത്തു. പുള്ളി പറഞ്ഞു, ഞാൻ മമ്മൂട്ടിയുടെ ഒരു ഫാനാ കേട്ടോ, അതുകൊണ്ട് ആ പടം ചോദിച്ചത്. അപ്പോൾ ഞാൻ ബാക്കി വണ്ടിയുടെ പണികളൊക്കെ തുടർന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മോഹൻലാലിൻ്റെ ഒരു പടം എടുത്തു തരാം, കമലനാള സിനിമ എടുത്തു തരാമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ ഫാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വണ്ടി പണികളൊക്കെ തുടർന്നു, എല്ലാം റെഡിയായി. വീണ്ടും പുള്ളി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ തിരിച്ചു വന്നു. എന്നിട്ട് ചോദിക്കുക, എനിക്ക് കാതര സിനിമ എടുത്തു തരാമെന്ന് ചോദിച്ചു. ഞാൻ ഷക്കീലയുടെ ഫാനാണ്. കുറേ നാളൊക്കെ ശേഷം പുള്ളി വഴി വെച്ച് കണ്ടു ചോദിച്ചു, ചേട്ടാ വണ്ടിയുടെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, ഞാൻ ആ സിനിമ എല്ലാം കണ്ട് തീർത്തു, എൻ്റെ ഇപ്പോൾ വണ്ടിക്ക് കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു, നമുക്കൊരു ടൂറ് പോയാലോ. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം കൂടി ടൂർ പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് പോയാലോ ടൂറിനൊരു ഓളമുള്ളൂ, കാരണം 2 അടിക്കണ്ടേ കേട്ടോ സാധിച്ചേട്ടാ. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ബിവറേജിൻ്റെ സൈഡിൽ കൊണ്ട് വണ്ടി അങ്ങ് നിർത്തി. കുറേ എല്ലാവരോടും കൂടി ഷെയർ കിട്ടും, പുറം മേടിച്ച് അടിച്ചേക്കാം. അവിടെ ചെന്നു ഒരു പയ്യനെ പറഞ്ഞു വിട്ടാ ഒരെണ്ണം മേടിച്ചോണ്ട് പോവാ. ഇവൻ പോയേക്കാൾ സ്പീഡിൽ ഓടി തിരിച്ചിങ്ങ് വന്നു. തിരുവൻ പറയാ 120 രൂപയ്ക്ക് ഒരു അലർട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ ഒട്ടും പഠിച്ചില്ല, ഒരെണ്ണം പഠിച്ചിട്ട് ഒറ്റ അടിയും കഴിച്ചു. 7 കണ്ണാട്ട് നോക്കി. ഞാൻ പറഞ്ഞു, നീ എന്ത് കൂടുതൽ സാധനം മേടിച്ചു പറയാ. ആ ബിറയിലെ ചേട്ടൻ പറയാ, ഒരെണ്ണം അടിച്ചാൽ കണ്ണ് മറിയുന്ന കൂടി സൈറ്റ് വന്നു. അപ്പം ഞങ്ങളിങ്ങനെ ടൂർ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വണ്ടി ഞങ്ങളെ ഓവർടേക്ക് ചെയ്തങ്ങ് പോയി. നമ്മൾ അടിച്ചിട്ട് നിൽക്കുമല്ലേ, എന്നാ വണ്ടിയെ പിടിച്ചേക്കാന്ന് വെച്ചു. കുറേ ദൂരം കുറഞ്ഞു കഴിയുമ്പം വലത്തേക്കും വഴിയുണ്ട്, ഇടത്തേക്കും വഴിയുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോയി കാറുകാരൻ റൈറ്റിലേക്ക് കൈയും കാണിച്ചു, ഇൻഡിക്കേറ്റർ വിട്ടു. ഞങ്ങൾ തൊട്ട് പുറകെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പുള്ളി പെട്ടെന്ന് ഇട സൈഡിലേക്ക് ഒറ്റ കൈ കാണിച്ച വണ്ടി രണ്ടും കൂട്ടി അങ്ങ് ഇടിച്ചു. സോ ഞങ്ങൾക്കും എല്ലാവർക്കും ഫിറ്റല്ലേ, ഞങ്ങളും കുറേ ഓടി ചെന്നു. ആ പുള്ളി ഇറങ്ങി വന്നു. ചേട്ടാ ഇതെന്ത് പരിപാടി കാണിച്ചത്? അന്നേരം പുള്ളി പറയാ, നിങ്ങളെൻ്റെ തൊട്ട് പുറയില്ലെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ തൊട്ട് പുറകെ വരണ്ട നമ്മൾ. അന്നേരം പുള്ളിക്കാരൻ പറയാ, ഞാൻ വലത്തേക്ക് പോകാൻ വേണ്ടി ഇൻഡിക്കേറ്ററും കൈയും കാണിച്ച, ഞാൻ പെട്ടെന്ന് ഓർത്തു എനിക്ക് ഇടത്തേക്കാണ് പോകാൻ വേണ്ടിയെന്ന്. പക്ഷേ ഞാൻ ഇങ്ങനെ വെട്ടിയതും കണ്ടില്ലെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടൂറൊക്കെ അടിച്ച് പൊളിച്ചു, വീട്ടിൻ്റെ അടുക്കാറായി. അപ്പോൾ എൻ്റെ വീടിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറിയൊരു തൊണ്ട, ഈ തൊണ്ടിക്കൂടെ വേണം എനിക്ക് വീട്ടിലേക്ക് നടന്നു പോകാൻ. അപ്പം ഞാൻ കൈ ടോർച്ചൊക്കെ തെളിച്ചിങ്ങനെ പോവാ. നോക്കും വഴിയിലൊരു പാമ്പ് കിടക്കുന്നു. ഞാനും പാമ്പ്, അതും പാമ്പ്, വേറെ ഒന്നും നോക്കിയില്ല. ഒരു വടി എടുത്ത ഒറ്റ അടിയും കഴിച്ചു. അതേ പാമ്പ് ടീം. എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. രാവിലെ നേരം പെടുത്ത് ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പാമ്പ് കൊന്നിട്ടുണ്ട് ഞാൻ, അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞു. തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ പറഞ്ഞു, ഞാനും വരും കേട്ടാന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ 4 പേരൂടെ നേരെ ഈ തൊണ്ടുവഴി പോവാ. ചെന്ന് 2 പാമ്പ് കത്ത് കിടക്കുക. ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അവൻ അന്നേരം ചാടി ഫോണൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഈ ചേട്ടൻ കിടക്കുന്ന പാമ്പില്ലേ, ഈ പാമ്പിനെ അടിക്കാണ്ട് ചേട്ടൻ മറ്റേ പാമ്പിനെ എടുത്ത് അടിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ ഭയങ്കര വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും, ഞാനിത് വൈറലാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ പറയാ, ചേട്ടന് പ്രാക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതിൻ്റെ അവനെ പ്രാക്ക് കിട്ടുന്നത്, ചേട്ടാ ഇണ കയറുന്ന പാമ്പിനെ ചേട്ടൻ തല്ലിക്കൊന്നേന്ന്. അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ വീണ്ടും തിരക്കായി. ഞാൻ വന്നു. അപ്പോൾ എൻ്റെ വണ്ടികളെല്ലാം ഒത്തിരി നിറഞ്ഞു കിടക്കുന്നുണ്ട്, പണിക്കാരെല്ലാം കൂട്ടേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഈ വർക്ക്ഷോപ്പിലെ സമയം ഒന്ന് മാറ്റി. രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ ആക്കി. വീട്ടിൽ ഭയങ്കര വിഷയം. വൈഫിനെ മാത്രം കാണുന്നുണ്ട്, മക്കളെയും കാണുന്നില്ല, കാരണവന്മാരും കാണുന്നില്ല. അങ്ങനെ കുറേ നാളെ ഞങ്ങൾക്ക് പാലക്കാർക്കൊരു പ്രത്യേകമുണ്ട്. ഞായറാഴ്ച ദിവസം ഇച്ചിരി ഇറച്ചിയും മേടിക്കും, കപ്പയും മേടിക്കും, ഇത് കൂട്ടണ്ടോ മേടിക്കുകയും ചെയ്യും. ഞായറാഴ്ച ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുക. അപ്പം ഞാനവിടെ ഫോണിലൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നു. എൻ്റെ മക്കളുടെ കൂടെ കുറേ പിള്ളേർ കിടന്നൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്. അത് കളിച്ചോട്ടെന്ന് പറഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ, കളിച്ചോട്ടെന്ന് പറഞ്ഞു. വീണ്ടും നമ്മുടെ പയ്യൻ വന്ന് എന്നെ വന്ന് ഒളിഞ്ഞു നോക്കി. ഇതെന്നാ കാര്യം എന്ന് ചോദിച്ചു. അപ്പം വീണ്ടും വന്നിട്ട് ഒന്നുകൂടെ ഒളിഞ്ഞു നോക്കിയിട്ട് അങ്ങ് പോയി. കുറേ കഴിയുമ്പം വീണ്ടും വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പോയി. ഇതെന്നാ കാര്യം ഇവൻ ഒളിഞ്ഞു നോക്കുന്നത്, നമ്മുടെ മാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോൾ ഇവൻ പയ്യെ അടുക്കളയിൽ പോയി അമ്മയെ വിളിച്ചോണ്ട് വരിക. നമ്മുടെ വീട്ടിൽ ഇറച്ചി മേടിക്കുന്ന ചേട്ടനാണ് വീട്ടിൽ നിന്ന് പത്രം വായിക്കുന്നുണ്ടെന്ന്. ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ ഒരു പാച്ച് വർക്കനുണ്ട്. പുള്ളിക്കാരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈസായിട്ട് തോക്കൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇതെങ്ങനെയോ ഉദ്യോഗസ്ഥരറിഞ്ഞു, അദ്ദേഹത്തെ തപ്പി വർക്ക്ഷോപ്പിൽ ആൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, ഞാൻ തോക്കുണ്ടാക്കുന്ന ഒരാളല്ല. ഞാൻ പുള്ളി പറഞ്ഞു, എനിക്ക് വണ്ടി പാച്ച് വർക്ക് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ, അപ്പം ഞാൻ തോക്കുണ്ടാക്കില്ല എന്ന് പറഞ്ഞു. പോലീസുകാരെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു. ഒരു 10,000 രൂപ എടുത്തങ്ങ് വെച്ചു. പുള്ളി ആ പൈസയിലോട്ട് നോക്കി, ആ തോക്കയിലോട്ട് നോക്കി. ഞാൻ തോക്കുണ്ടാക്കില്ല, എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വണ്ടിപ്പണി മാത്രമേ ഉള്ളൂ. കാറ് വേണം, കാറോ ജീപ്പോ എന്തുള്ള ഞാൻ പണി തരാം, പക്ഷേ
തോക്ക് നോക്കണ്ട എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അടുത്ത 10,000 എടുത്തങ്ങ് വെച്ചു. പുള്ളി ആ പൈസയിലും നോക്കി തോക്കയിലോട്ടും നോക്കി. ഒരു രക്ഷയില്ല, ഇവര് പോകുന്നുമില്ല. അപ്പൊ ഞങ്ങളെല്ലാം ഞെട്ടിത്തിരിച്ച് നിൽക്കുക. പുള്ളി നോക്കി ആലോചിച്ചു, വീണ്ടും പാൻസിന്റെ പകരം 10,000 എടുത്ത് വെച്ചു. അങ്ങനെ 30,000 രൂപ എടുത്തങ്ങ് വെച്ചു. പുള്ളി ഒന്നും നോക്കിയില്ല. സാറേ, ആ തോക്കയിൽ ഈഗിളിന്ന് പേരുണ്ടെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കി നോക്കാന്ന് പറഞ്ഞു. ഒരൊറ്റ ഏറായിരുന്നു. പിന്നെ ഇതുവരെ ആ പാച്ചനെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പം ഈ വർക്ക്ഷോപ്പിലെ കഥ രചിച്ച നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.